ഈ അടുത്ത വീണ്ടും തിരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് തന്നെ പോവാണ്. അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് പോകാം. ലിനറ്റ് ഉണ്ട്. ലിനറ്റ്, തിരഞ്ഞെടുപ്പിലേക്ക് വയനാട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച ജനതയാണ്. ആ ദുരന്തത്തിനു ശേഷം അവർ എത്തുന്ന ആദ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. സർക്കാർ ടൗൺഷിപ്പ്, വയനാട് നൽകിയ ഫണ്ട്, വന്യമൃഗശല്യം, ഇതൊക്കെയും പ്രചാരണ വിഷയങ്ങളായി. UDF ഭരിക്കുന്ന നഗരസഭ ഇക്കുറി ചുവപ്പണിയുമെന്ന് LDF പറയുന്നു. NM വിജയന്റെ ആത്മഹത്യ ഉൾപ്പെടെ ചർച്ചയായ ഈ തിരഞ്ഞെടുപ്പിൽ എത്ര കണ്ടാണ് മുന്നണികളുടെ ആത്മവിശ്വാസം ലിനറ്റ്? ചെയ്തു. വയനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 3 മുന്നണികളും ശക്തമായ പ്രചരണ പരിപാടികളാണ് നടത്തിയത്. കാരണം ഇത്തവണ നമുക്ക് തദ്ദേശ ചിത്രമൊന്നും പ്രഡിക്ഷൻ നടത്താൻ സാധിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ UDFന്റെ കോട്ടയായി ഇത് ഉറച്ചു നിൽക്കുമോ എന്നൊരു സംശയം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് പ്രവർത്തകരോട് അടക്കം സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംശയം അവരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ട എന്നാണ് വയനാടിനെ പറയുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിച്ച് വിജയിച്ചൊരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ വലിയ ചർച്ചകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വന്യജീവി ആക്രമണങ്ങളും മറ്റ് ഒരുപാട് പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അണിനിരത്തിയാണ് പ്രചരണ പരിപാടികളൊക്കെ നടത്തിയിരിക്കുന്നത്. സേതു പറഞ്ഞതുപോലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. നിലവിൽ ഈ ഒരു ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ്. അതുകൊണ്ട് ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആര് ഭരണം പിടിക്കുമെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാളെ ജനം അതിന് വിധി എഴുതും. ഇത് വലിയ രീതിയിലുള്ള ഒരു ഉത്തരം കൂടിയാണ് ലഭിക്കുന്നത്. കാരണം ഗവൺമെന്റിനെ അടക്കം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ചൂരൽമല ഇലക്ഷന് ശേഷം, ചൂരൽമല ദുരന്തത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പും അതോടൊപ്പം തന്നെ പുനരധിവാസ പദ്ധതികളിലൊക്കെ തന്നെ ജനം സാറ്റിസ്ഫൈഡ് ആണോ, അവർ തൃപ്തരാണോ എന്നുള്ളതൊക്കെ തന്നെ വ്യക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലെ തട്ടിപ്പുകളും മറ്റ് പ്രശ്നങ്ങളും, അതോടൊപ്പം തന്നെ CPMന്റെ ഭാഗത്തു നിന്ന് ബ്രഹ്മഗിരി തട്ടിപ്പ് അടക്കം, അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയാക്കാൻ എല്ലാ പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട്. അവസാന നിമിഷങ്ങളിലേക്കാണ് പ്രചരണത്തിന് കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നിശബ്ദ പ്രചരണമാണ്. എങ്കിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു വോട്ടിന് വേണ്ടിയിട്ട് മദ്യം കൊടുത്ത സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതടക്കം ജനം ഈ ഒരു വിധിയെഴുത്തിൽ ഉണ്ടാകും. അവർ ചർച്ച ചെയ്യപ്പെട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു വിധിയെഴുത്തുണ്ടാവുക എന്നാണ് വ്യക്തമാവുന്നത്. പ്രത്യേകിച്ച് എടുത്തു നോക്കുമ്പോൾ ഇത്തവണ മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് BJPയും ശക്തമായ പ്രചരണ പരിപാടികളാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്രമാത്രം BJPക്ക് വിജയിക്കാനാവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ മാത്രമേ നമുക്ക് കണ്ടെത്താനാവുകയുള്ളൂ. അതേസമയം തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും ഇത്തവണ ഉറപ്പായും പിടിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ നിശബ്ദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലായും വീടുകളിൽ കയറി വോട്ടർമാരെ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശവും അതോടൊപ്പം ശക്തി പ്രകടനത്തിൽ നിന്നൊക്കെ മാറി കൃത്യമായ വോട്ട് പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു. അപ്പൊ അതാണ് വയനാട്ടിലെ നിലവിലെ ഒരു അവസാന നിമിഷത്തെ ഒരു പൊതു സാഹചര്യം ലിനറ്റ് വർഗീസാണ് വ്യക്തമാക്കിയത്. ഇനി കാസർഗോട്ടേക്ക് പോവുകയാണ്. സരീഷ് പി.കെ ഉണ്ട്. സരീഷ്, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കാനാണ് രൂക്ഷമായ പോരാട്ടം. ത്രികോണ മത്സരമാണ്. 18 ജില്ലാ ഡിവിഷനുകളിൽ ആർക്കും ഉറപ്പിക്കാനാവാത്ത 2 ഡിവിഷനുകൾ. കഴിഞ്ഞ തവണ BJP ജയിച്ച പുത്തികെ, അതേപോലെ അവിടെ ത്രികോണ മത്സരമാണ്. പിന്നീട് ദേലമ്പാടി, അവിടെയും കടുത്ത മത്സരം. LDFും UDFും തമ്മിൽ രൂക്ഷമായ പോര്. നേരിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വട്ടം UDF ജയിച്ച ദേലമ്പാടി തിരിച്ചു പിടിക്കാൻ LDF ശക്തമായ പരിശ്രമം നടത്തുന്നു. അപ്പോൾ ഈ വിധികളൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗതയും തന്നെ നിശ്ചയിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവസാന നിമിഷത്തിൽ കാസർഗോട്ടെ തിരഞ്ഞെടുപ്പ് പോരിന്റെ വിശേഷങ്ങൾ? എല്ലാ കണ്ണുകളും ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രൻ്റെ പിൻബലത്തോടെയാണ് LDF ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചത്. അത് കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വന്ന് പിന്നീട് വിപുലമായി മത്സരിച്ച് ജയിച്ച ഷാനവാസ് പാതൂറിൻ്റെ പിന്തുണയോടെ ആയിരുന്നു യഥാർത്ഥത്തിൽ LDF ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങളൊക്കെ മാറുകയാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ആകെയുള്ള 17-നൊപ്പം തന്നെ ഒരു വാർഡ് കൂടി പുതുതായി, ഒരു ഡിവിഷൻ കൂടി പുതുതായി വരുന്നു. സ്വാഭാവികമായും ആ ഡിവിഷൻ ആർക്കൊപ്പം നിൽക്കും
എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ചില അടിയൊഴുക്കുകൾ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു. ആ അടിയൊഴുക്കുകൾ ഇത്തവണ ഉണ്ടാകുമോ? അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ദേലമ്പാടി ഉൾപ്പെടെയുള്ള ചില ഡിവിഷനുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ചില സ്ഥലങ്ങൾ, അതായത് പ്രത്യേകിച്ച് നഗരസഭ, ആ നഗരസഭയിലും ഈ നിലവിൽ കുറേ കാലങ്ങളായി UDF-നൊപ്പം നിൽക്കുന്ന നഗരസഭയാണ്. പക്ഷേ ഇത്തവണ വിമത ശല്യം, അതോടൊപ്പം തന്നെ ലീഗിനുള്ളിൽ തന്നെയുള്ള ചില അതൃപ്തികൾ, ഇതെല്ലാം തന്നെ വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന നഗരസഭ, കാസർഗോഡ് നഗരസഭ, അതും പ്രശ്നം നിൽക്കുന്ന, അല്ലെങ്കിൽ ആർക്ക് മേൽക്കൈ ഉണ്ടാകും എന്ന സംശയം നിൽക്കുന്ന ചില ഇടങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതോടൊപ്പം തന്നെ ആകെയുള്ള 38 പഞ്ചായത്തുകളിൽ നിലവിൽ 19 പഞ്ചായത്തുകൾ LDF-നോടൊപ്പവും 3 പഞ്ചായത്തുകൾ BJP-ക്കൊപ്പവും അതോടൊപ്പം തന്നെ 16 പഞ്ചായത്തുകൾ UDF-നൊപ്പം നിൽക്കുന്ന പഞ്ചായത്തുകളാണ്. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ ഏത് നിമിഷവും എന്തും മറിയാം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കടുത്ത മത്സരത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭയിലേക്ക് വന്നാൽ, നിലവിൽ കാസർഗോഡ് നഗരസഭ UDF നിൽക്കുന്നു, നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭകൾ LDF-നോടൊപ്പം നിൽക്കുന്നു. ആ 2 നഗരസഭകളിൽ നീലേശ്വരത്ത് LDF ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും കാഞ്ഞങ്ങാട് കടുത്ത മത്സരം നടക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കും. കാസർഗോട്ടെ ഒരു പൊതു സാഹചര്യം പറയുകയായിരുന്നു PK സരീഷ്. ഇതാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ നിലവിലെ കാര്യങ്ങൾ. ഇനിയിപ്പോ നമ്മൾ